ഒരു സിനിമയിൽ പെർഫോമൻസുകൾക്ക് വേണ്ടി മാത്രം കാണണമെങ്കിൽ ഈ സിനിമ കാണാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഡയറക്റ്റ് ചെയ്ത ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമയെ കുറിച്ചാണ്. ഓരോ സിനിമകൾ കഴിയുന്തോറും തന്റെ ആക്ടറെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ. അപ്പോൾ പുള്ളിയുടെ ഒരു എക്സ്ട്രീം ലെവൽ പെർഫോമൻസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണണം. പുള്ളിയുടെ പെർഫോമൻസിന് വേണ്ടി മാത്രമേ ഈ സിനിമ കാണാനും പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദിലീഷ് പോത്തൻ പുള്ളിയും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു തിരുനെല്ലി അത്യാവശ്യം മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഉള്ളൊരു ഹിൽ ഏരിയ ആണ്. അവിടെ രണ്ടുപേര് ജീവിക്കുന്നുണ്ട്. ഏട്ടൻ അനുജനാണ് സേതു എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. പുള്ളിക്ക് ഇത്തിരി ഹാലൂസിനേഷൻ ഒക്കെ ഉണ്ട്. പുള്ളിയുടെ ചെറിയച്ഛൻ ഇടയ്ക്ക് ഇങ്ങനെ മരിച്ച ചെറിയച്ഛനെ കാണുന്ന ഒരു ഹാലൂസിനേഷൻ ഉണ്ട്. ഒപ്പം പിന്നെ കസിൻ ഉണ്ട്, പോലീസ് ഓഫീസറാണ്. ഒരു മാവോയിസ്റ്റിന്റെ ഒരു പ്രശ്നം കാരണം പുള്ളി ആ ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ്. അങ്ങനെയാണ് ഇവരുടെ വീട്ടിലോട്ട് ഒരു മാവോയിസ്റ്റ് കടന്നു വരുന്നതും പിന്നീട് നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ആക്ച്വലി ഇതിന്റെ എന്താ പറയുക, പെർഫോമൻസിൽ എല്ലാവരും അടിപൊളിയായിരുന്നെങ്കിലും ചിദംബരമാണ് ഒരു കസിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സജിൻ ഗോപിന്റെ അഭിനയം, ഈ പൊന്മാൻ എന്ന സിനിമനെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു നിഴൽ പോലും ഈ സിനിമയ്ക്കകത്ത് കാണില്ല. അത്യാവശ്യം നല്ല വെറുപ്പിക്കലായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഒക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു സംഭവമൊന്നുമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രസമുള്ളായിരുന്ന ഒരു സിനിമയാണ്. പക്ഷെ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഈ സിനിമ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല, സംവിധായകൻ എന്താ ഉദ്ദേശിക്കുന്നത് അറിയില്ല. ചില സാഹചര്യങ്ങൾ ആളുകളെ മാവോയിസ്റ്റ് ആക്കുമെന്നാണോ എന്നറിയില്ല. സിനിമയുടെ ക്ലൈമാക്സ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. സോ ഞാൻ പറഞ്ഞ പോലെ പെർഫോമൻസ് വാസ് അടിപൊളി. പക്ഷെ ആ സിനിമയ്ക്ക് അകത്ത് തന്നെ പറയുന്നത് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന പോലെ അങ്ങനെ പറയാനും പറ്റില്ല, അത് ക്ലീശയാവും. എനിക്ക് തോന്നിയില്ല അത് ആരുടെ കപ്പിലും ചായ ആകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം പുള്ളി എന്തൊക്കെയോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. പ്രോപ്പറായിട്ടുള്ളൊരു എന്താ പുള്ളി ഉദ്ദേശിക്കുന്നു എന്നുള്ളതും അറിയാൻ പറ്റാത്തൊരു സിനിമയാണ്. ദുരൂഹ സാഹചര്യത്തിലാണ് സിനിമ, ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് കിടക്കുന്നത്. സോ നിങ്ങൾ കാണുക, പെർഫോമൻസ് മറക്കണ്ട. കുഞ്ചാക്കോ ബോബൻ കിടിലനായിരുന്നു.